അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോംപ്ലക്സസ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഡെൽറ്റ ഒ വിൽ ബി 0? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി 0 ആവുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം. നമുക്ക് അറിയാം ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്, ടോപ്പിക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നിന്നുമാണ്. അപ്പോൾ ചോദ്യം നോക്കുക, ഈ തന്നിരിക്കുന്ന മോളിക്യൂളുകൾ നോക്കുക, എല്ലാത്തിൻ്റെയും സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് അയൺ തന്നെയാണ്. എല്ലാത്തിൻ്റെയും സെൻട്രൽ ആറ്റം അയൺ ആണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോന്നിൻ്റെയും കോൺഫിഗറേഷൻ നമുക്ക് എഴുതാവുന്നതുമാണ്. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എപ്പോഴാണ് 0 ആവുക? വെൻ ഡസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ബിക്കം 0? ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷനെ പറ്റി പറയാം, അതിനുശേഷം മറ്റ് ഓപ്ഷൻസ് എന്തുകൊണ്ടാവില്ല എന്നുള്ളതും നമുക്ക് കൺഫേം ആക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓരോ ഓപ്ഷനിലും ഞാൻ മാർക്ക് ചെയ്യുകയാണെ. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനിൽ അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2ഉം, രണ്ടാമത്തെയും നാലാമത്തെയും ഓപ്ഷനിൽ അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +3ഉമാണ്. സോ Fe2+ന്റെ കോൺഫിഗറേഷൻ വരിക 3d6 എന്നും Fe3+ന്റെ കോൺഫിഗറേഷൻ വരിക 3d5 എന്നുമാണ്. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ്. സോ ഞാൻ ഈ 4th ഓപ്ഷൻ ഞാനൊന്ന് വരച്ച് കാണിക്കാം, ശ്രദ്ധിക്കുക. അയണിൻ്റെ കോൺഫിഗറേഷൻ 3d5 ആണ്. Fe3+ന്റെ കോൺഫിഗറേഷൻ 3d5 ആണ്. അതോടൊപ്പം തന്നെ SCN എന്ന് പറയുന്ന ഗ്രൂപ്പ്, തയോസൈനൈഡ് ഗ്രൂപ്പ്, ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഇറ്റ് ഇസ് ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുമെന്നുള്ളതൊന്ന് വരച്ചു നോക്കാം. സോ ഇത് T2g ഓർബിറ്റലാണ്, ദിസ് ഇസ് EG ഓർബിറ്റൽ. എല്ലാം നിങ്ങൾക്ക് കാണാം. കോർഡിനേഷൻ നമ്പർ 6 ഉള്ള ആൾക്കാരാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലുള്ള എല്ലാ ആൾക്കാരും കോർഡിനേഷൻ നമ്പർ 6 ഉള്ളവരാണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ തയോസൈനൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഫില്ലിംഗ് എങ്ങനെ നടക്കും നോക്കുക. 1 2 3 വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് ഉണ്ടാവില്ല. ഇലക്ട്രോൺ വിൽ ബി ഫിൽഡ് ഇൻ EG ഫർദർ. 5 ഇലക്ട്രോണുകൾ ഇതേ ഈ കാണുന്ന രീതിയിലായിരിക്കും ഫില്ല് ചെയ്യപ്പെടുക. അപ്പോൾ ഡെൽറ്റ ഒ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഡെൽറ്റ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് എഴുതുകയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? T2gന്റെ എനർജി -2/5 ഡെൽറ്റ ഒയും EGന്റെ എനർജി +3/5 ഡെൽറ്റ ഒ ആണല്ലേ. സോ T2gയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ. അതിൻ്റെ എനർജി -2/5 ഡെൽറ്റ ഒ. ശ്രദ്ധിക്കുക, 3 ഇലക്ട്രോൺ കറസ്പോണ്ടിങ് എനർജി -2/5 ഡെൽറ്റ ഒ പ്ലസ് EGന്റെ എനർജി 3/5 ഡെൽറ്റ ഒ. അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അവിടെ 2 ഇലക്ട്രോൺ. 2 × 3/5 ഡെൽറ്റ ഒ. നോക്കിയാൽ ഇത് -6/5 ഡെൽറ്റ ഒ +6/5 ഡെൽറ്റ ഒ എന്നാണ് വരിക. ഓവറോൾ വാല്യൂ വിൽ ബി 0. ഓവറോൾ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. ആ 0 വരുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് വിൽ ബി ഓപ്ഷൻ 4 ഹിയർ. ഇനി എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക, NS3 സ്ട്രോങ് ലിഗാൻഡ് ആണ്, CN സ്ട്രോങ് ലിഗാൻഡ് ആണ്, EN സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് വരുന്ന എല്ലാ കേസുകളിലും നമുക്കറിയാം ഈ ഇലക്ട്രോണുകൾ EGയിൽ ഫിൽ ആകപ്പെടില്ല. ഇലക്ട്രോൺസ് വിൽ ബി ഡയറക്ട്ലി പെയർഡ് ഇൻ T2g. ഇലക്ട്രോണുകൾ T2gയിൽ പെയർ ആകാനേ വഴിയുള്ളൂ. അങ്ങനെ പെയർ ആയിക്കഴിഞ്ഞാൽ EGയിൽ ഇലക്ട്രോൺ ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വാല്യൂ 0 ആകത്തില്ല. അങ്ങനെ 0 ആകണമെങ്കിൽ, സോ സ്റ്റെബിലൈസേഷൻ എനർജി 0 ആകണമെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വരണം. അതായത് എല്ലാ ഓർബിറ്റലിലും ഓരോരോ ഇലക്ട്രോൺ, അല്ലെങ്കിൽ എല്ലാത്തിനകത്തും 2 ഇലക്ട്രോൺ ഇങ്ങനെ ഫില്ലാവണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കേസിലാണ് നമ്മുടെ എൻറ്റയർ സ്റ്റെബിലൈസേഷൻ എനർജി 0 ആവുക. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണ് എങ്കിൽ 0 വരണമെങ്കിൽ ഒന്നെങ്കിൽ 5 ഇലക്ട്രോണും ഉണ്ടാവണം, അത് സിമെട്രിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് ഒരു വീക്ക് ലിഗാൻഡും ഉണ്ടായിരിക്കണം. സോ ഞാൻ ആ കോമ്പിനേഷൻ ഇവിടെ സെലക്ട് ചെയ്യാണ് ചെയ്തത്, വീക്ക് ലിഗാൻഡ് ആൻഡ് D5 കോൺഫിഗറേഷൻ. നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? 4th ഓപ്ഷൻ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്.